ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ടോ എല്ലാം തകർന്നുപോയി എന്ന് കേട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടാകും. ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഒരു നല്ല നിലയിൽ എത്താൻ പറ്റാത്തത് എന്ന് ഓർത്ത് ദൈവത്തെ വരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ സുഹൃത്തുക്കളെ, ജീവിതം നമ്മളെ ചിലയിടങ്ങളിൽ കൊണ്ടുപോയി നിർത്തുന്നത് തോൽപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ ദൈവം നമുക്കായി കാത്തുവച്ച വലിയൊരു വഴി തുറന്നു തരാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് നിറയുന്ന, എന്നാൽ ഒടുവിൽ മനസ്സ് നിറയ്ക്കുന്ന ഒരു ഹൃദയസ്പർശിയായ യഥാർത്ഥ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. സോനു എന്നൊരു ഓർഡിനറി യുവാവിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ ചില മനുഷ്യർ കടന്നു വന്ന കഥ. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. ഉറപ്പാണിത് നിങ്ങളുടെ ചിന്തകൾ തന്നെ മാറ്റിമറിക്കും. വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു സാധാരണ യുവാവാണ് നമ്മുടെ സോനു. നല്ല ഉയർന്ന വിദ്യാഭ്യാസമൊക്കെയുണ്ട്. കോളേജിൽ പോയി കഷ്ടപ്പെട്ട് പഠിച്ച് BCom ബിരുദം നേടിയ ഒരു പയ്യൻ. പക്ഷേ നിർഭാഗ്യവശാൽ അവന് മറ്റുള്ളവരെ പോലെ സംസാരിക്കാനുള്ള ശേഷി കുറവായിരുന്നു. കേൾവി ശക്തിക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ലോകത്ത് ഒരു ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായാൽ മതി ആളുകൾ നമ്മളെ മാറ്റി നിർത്താൻ. സോനുവും അനുഭവിച്ചു മറ്റൊന്നുമല്ല. കയ്യിൽ നല്ല യോഗ്യതയുണ്ടായിട്ടും ജോലി അന്വേഷിച്ചു പോയ പലയിടങ്ങളിൽ നിന്നും അവന് അവഗണനയും റിജക്ഷനുകളും മാത്രമാണ് സമ്മാനമായി കിട്ടിയത്. ആളുകൾ അവൻ്റെ കഴിവിനെയോ വിദ്യാഭ്യാസത്തിനെയോ നോക്കാൻ തയ്യാറല്ല. പകരം അവൻ്റെ ഒരു കുറവിനെ മാത്രം നോക്കി പലരും അവനെ മടക്കി അയച്ചു. അതിനിടയ്ക്കാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തണലായിരുന്ന അമ്മ അവനെ വിട്ടുപിരിയുന്നത്. അവന് പറയാനുള്ളതും അവൻ്റെ മനസ്സും തിരിച്ചറിഞ്ഞിരുന്ന ഒരേയൊരു വ്യക്തി ആ അമ്മയായിരുന്നു. അമ്മയുടെ വിയോഗം സോനുവിനെ മാനസികമായി പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു. ദിവസങ്ങളോളം മുറിക്കുള്ളിൽ ഇരുന്ന് ആർക്കും മനസ്സിലാവാത്ത ആ ശബ്ദത്തിൽ അവൻ അമ്മയോർത്ത് കരയുമായിരുന്നു. പക്ഷേ തൻ്റെ സങ്കടങ്ങളിൽ വീണുപോയാൽ കുടുംബം പട്ടിണിയാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ മകൻ തൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഒരു പെട്ടിയിൽ പൂട്ടിവെച്ചു. ഒടുവിൽ ജീവിക്കാൻ വേണ്ടി അവൻ ഒരു ഹോസ്പിറ്റലിൽ ക്ലീനിങ് സ്റ്റാഫായി ജോലിക്ക് കയറി. ഒന്ന് ആലോചിച്ച് നോക്കൂ, വലിയ സ്വപ്നങ്ങളോടെ കോളേജ് പഠനം പൂർത്തിയാക്കിയ ഒരു യുവാവ് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം തൂത്തുവാരാനും ക്ലീൻ ചെയ്യാൻ നിൽക്കേണ്ടി വരുന്ന ആ അവസ്ഥ എത്രത്തോളം സങ്കടകരമാണ്. സോനുവിന് നേരിട്ട് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും ഫോണിൽ വളരെ മനോഹരമായ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താണ് അവൻ മറ്റുള്ളവരുമായി സംസാരിച്ചിരുന്നത്. അവന് നല്ല കാര്യപ്രാപ്തി ഉണ്ടായിരുന്നു. പക്ഷേ ആ കഴിവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. അതിനിടയിൽ മറ്റൊരു ജോലിക്ക് പോയപ്പോൾ നല്ല ജോലി എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവനെക്കൊണ്ട് വലിയ ചാക്കുകളും ചുമടുകളും എടുപ്പിച്ചു. അത് കാരണം അവൻ്റെ നടുവിന് വലിയ പ്രശ്നമുണ്ടായി. വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. എന്നിട്ടും അവൻ ആ വിഷമം വീട്ടിൽ പറഞ്ഞില്ല. എനിക്ക് കുഴപ്പമില്ല എന്ന് മാത്രം അവൻ എപ്പോഴും ടൈപ്പ് ചെയ്ത് കാണിക്കുമായിരുന്നുള്ളൂ. ഇത്രയൊക്കെ കഷ്ടപ്പെടുമ്പോഴും അവൻ്റെ മനസ്സിലെ നന്മ വറ്റിപ്പോയിരുന്നില്ല. ഒരിക്കൽ ഒരു മത്സരത്തിലൂടെ അവന് അപ്രതീക്ഷിതമായി ചെറിയൊരു തുക സമ്മാനമായി കിട്ടി. സ്വന്തമായി ഒരു സ്ഥിര വരുമാനം പോലും ഇല്ലാത്ത കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സോനു ആ തുക കിട്ടിയപ്പോൾ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അതിൽ നിന്ന് ഒരു തുക ഒരു ഡയാലിസിസ് രോഗിക്ക് കൊടുത്ത് സഹായിച്ചു. കാരണം അവൻ്റെ സ്വന്തം അമ്മ ഒരു ഡയാലിസിസ് രോഗിയായിരുന്നു. അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അവൻ അത് ചെയ്തത്. സ്വന്തം വയർ വിശക്കുമ്പോഴും മറ്റൊരാളുടെ കണ്ണീരൊപ്പാൻ കാണിച്ച ആ വലിയ മനസ്സ്, അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ യോഗ്യത. നല്ല മനസ്സുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണ്. സോനുവിൻ്റെ ഈ അവസ്ഥയും കഷ്ടപ്പാടും യാദൃശ്ചികമായി ജോജി എന്ന നന്മയുള്ള ഒരു സോഷ്യൽ മീഡിയ വ്ളോഗർ കാണാനിടയായി. സോനുവിന് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവനിലെ കഴിവിനെയും വിദ്യാഭ്യാസത്തെയും ജോജി ബ്രോ കൃത്യമായി തിരിച്ചറിഞ്ഞു. അവൻ നിൽക്കേണ്ടത് ഹോസ്പിറ്റലിൻ്റെ ഇടനാഴികളിലല്ല എന്ന് ജോജിക്ക് മനസ്സിലായി. അങ്ങനെ ജോജി ബ്രോയുടെ ഇടപെടൽ വഴി തൊടുപുഴയിലെ പ്രമുഖ സ്ഥാപനമായ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് സോനുവിനെ തേടിയെത്തി. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് മഹാറാണിയുടെ ഓണർ റിയാസ് ഇക്കയുടെ ആ വലിയ മനസ്സിനെക്കുറിച്ചാണ്. ബിസിനസ്സിൽ ലാഭം മാത്രം നോക്കുന്ന ഒരുപാട് പേർക്കിടയിൽ റിയാസ് ഇക്ക തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. സോനുവിൻ്റെ അവസ്ഥ കണ്ടുള്ള അനുകമ്പ കൊണ്ടല്ല, മറിച്ച് അവൻ്റെ BCom യോഗ്യതയും കഴിവും കണ്ടറിഞ്ഞാണ് റിയാസ് ഇക്ക അവനെ നെഞ്ചോട് ചേർത്ത് നിർത്തിയത്. അവന് ആ സ്ഥാപനത്തിൽ മികച്ചൊരു പർച്ചേസിംഗ് ആൻഡ് ഇൻവെൻറ്ററി ജോബ് തന്നെ അദ്ദേഹം നൽകി. അവിടെ ചെന്നപ്പോഴാണ് സോനുവിന് മറ്റൊരു വലിയ സന്തോഷമുണ്ടായത്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കണ്ടിട്ടുള്ള മഹാറാണിയുടെ സ്വന്തം സെലിബ്രിറ്റിയായ നിത്യ അവിടെ ഉണ്ടായിരുന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും നിത്യ ഇന്ന് റിയാസിക്കയുടെ സ്ഥാപനത്തിൻ്റെ വലിയൊരു കരുത്താണ്. തനിക്കുള്ള കുറവുകളെ ഒരു തടസ്സമായി കാണാതെ വലിയൊരു സൗഹൃദത്തോടെ ജോലി ചെയ്യാൻ പറ്റിയ ഒരിടമാണ് റിയാസിക്ക അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ സോനുവിൻ്റെ മനസ്സ് നിറഞ്ഞു.
സോനുവിന് തൻ്റെ കയ്യിൽ ആ ജോലി ഓർഡർ കിട്ടിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൂടെയുണ്ടായിരുന്ന അവൻ്റെ വൃദ്ധനായ അപ്പച്ചൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റിയാസിക്കയുടെയും ജോജിയുടെയും കൈകൾ പിടിച്ച് നന്ദി പറയുകയായിരുന്നു. മരിക്കുന്നതിന് മുൻപ് അവൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും തൻ്റെ മകൻ ഒരു നല്ല നിലയിൽ എത്തിക്കാണാനായിരുന്നു. ആ പ്രാർത്ഥനയാണ് ഇന്ന് സഫലമായത്. സുഹൃത്തുക്കളെ, ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. വൈകല്യങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിനല്ല, മറിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നാത്ത മനസ്സുകൾക്കാണ്. സോനുവിനെ പോലെ കഷ്ടപ്പെടുന്നവരെ ലോകത്തിന് മുന്നിൽ കാണിച്ചു തന്ന ജോജി ബ്രോയ്ക്കും അവനെപ്പോലെയുള്ളവരെയും നിത്യയും ഒക്കെ സ്വന്തം കുടുംബത്തെ പോലെ കൂടെ നിർത്തുന്ന മഹാറാണി ഓണർ റിയാസിക്കയ്ക്കും നമ്മൾ എത്ര വലിയ കയ്യടിയാണ് നൽകേണ്ടത്. റിയാസിക്കയെ പോലെയുള്ള നല്ല മനുഷ്യരുള്ളതുകൊണ്ടാണ് ഇന്നും ഈ ലോകം ഇത്ര മനോഹരമായിരിക്കുന്നത്. ഇന്ന് നമ്മളെ കളിയാക്കുന്നവർക്കോ മാറ്റി നിർത്തുന്നവർക്കോ മുൻപിൽ നമ്മുടെ കഴിവും പ്രയത്നവും കൊണ്ട് ഉയരങ്ങളിൽ എത്തി കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ, കഷ്ടപ്പെടാൻ തയ്യാറായാൽ ഏത് വലിയ പ്രതിസന്ധിയിലും ദൈവം നമുക്ക് ഒരു വഴി ഒരുക്കി തന്നിരിക്കും. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു പോസിറ്റീവ് എനർജി എങ്കിലും തന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല ഇൻസ്പിറേഷണൽ സ്റ്റോറിയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു. ബൈ.